ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സൺഡേ ആണേ. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം സൺഡേ എന്നെ സംബന്ധിച്ച് ഒരു ഫൺഡേ ഒന്നുമല്ല, ഭയങ്കര തിരക്കുള്ളതൊരു ദിവസമാണ്, ഹർബറി ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടി തന്നെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഒന്ന് പല്ല് തേപ്പും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് നേരെ പോയി ഇതേ പ്രാർത്ഥിക്കാൻ പോയി. അത് പിന്നെ നമ്മുടെ ജീവൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് അത് ചെയ്യേണ്ട ഒരു നിവൃത്തിയില്ല, അപ്പോൾ അതെന്തായാലും ചെയ്യും. അപ്പം അത് പ്രാർത്ഥന കഴിഞ്ഞു. പിന്നെ അതോട് കൂട്ടിയിട്ട് തന്നെ ഞാൻ ബൈബിളൊക്കെ ഒന്ന് വായിക്കും. ബൈബിൾ വായിച്ച് നമ്മുടെ ബോഡി എന്ന പോലെ മൈൻഡിന് റിഫ്രഷ് ആക്കിയിട്ടേ പിന്നെ ഞാനെൻ്റെ എല്ലാ ജോലികളും ചെയ്യാറുള്ളൂ കേട്ടോ. പക്ഷേ ഇന്ന് എനിക്ക് തോന്നി കുറച്ച് നേരം വാതിലൊക്കെ തുറന്ന് കുറച്ച് നേരം പുറത്ത് പോയിട്ട് ഒന്നിരിക്കണമെന്ന്. കാരണം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു തണവും കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റല്ലേ. എനിക്ക് ഈ ഡിസംബർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നാമത് ക്രിസ്മസ് വരുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ആ സമയത്ത് കാലത്ത് തന്നെ ഭയങ്കര തണവാണ്. തൃശ്ശൂരൊക്കെ ആണെങ്കിൽ നല്ല കാറ്റും ഉണ്ടാവും. ഇവിടെ കാറ്റ് ഇത്തിരി കുറവാണ് കേട്ടോ. പക്ഷെ എന്നാലും നല്ലൊരു തണവും. ഒരു ദിവസം ഉണ്ട് ഇവിടെ നോക്കിയപ്പോഴുണ്ട് കോട വന്ന് നിൽക്കുന്നു. അതുമാതിരി കോടയൊക്കെ ഇറങ്ങും. നല്ല രസമാണ് അവിടെ പോയിട്ടിരിക്കാനും വെറുതെ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് നേരം അവിടെ ഒന്ന് പോയിട്ടിരിക്കാമെന്ന്. ഞാനാണെങ്കിൽ ഇന്നലെ ഇട്ട സ്റ്റാറും മാല ബൾബൊക്കെ ഓഫാക്കാനായിട്ട് മറന്നേ പോയിട്ടോ. അതിന് രാത്രി കിടക്കാറായപ്പോഴാണ് പിന്നെ ഞാനത് ഓർത്തത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വൈകുന്നേരം നേരത്ത് പുറത്തിറങ്ങണ്ടേന്ന് വിചാരിച്ചിട്ട് ഇന്ന് കാലത്ത് ഓഫാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും. പിന്നെ ഇവിടെ ഇടവിട്ട് മഴയുണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് ചെടി നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് മഴയായതുകൊണ്ട് പിന്നെ ചെടിയുടെ ഉള്ളിൽ ഇങ്ങനെ വരുന്ന കളകളൊക്കെ പറിച്ച് കളയാനൊന്നും ഇപ്പോൾ സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോഴുണ്ട് നിറയെ കളകളൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ തോന്നി അതൊന്ന് കൈയോടെ തന്നെ പറിച്ച് കളയാമെന്ന് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചെടിക്ക് ഗ്രോത്ത് ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ റോസാ ചെടികൾക്കൊക്കെ വളയിടലും അങ്ങനത്തെയൊക്കെ ആയിട്ട് ഞാൻ ഇത്തിരി ബാക്കിലോട്ട് അതിനത് വീണ്ടും റെഡിയാക്കിയൊക്കെ ഒന്ന് എടുക്കണം. അത് കാരണം തന്നെ ഇത്തിരി കുരുടിപ്പൊക്കെ വന്നു തുടങ്ങി നമ്മുടെ ചെടികൾക്ക്. അങ്ങനെ മക്കളുടെ ഭക്ഷണം കഴിക്കലും എല്ലാ പരിപാടികളും കഴിഞ്ഞു. പിന്നെ അത് സൺഡേ കാറ്റീസത്തിന് പോകാനായിട്ടുള്ള സമയമായി. ഞങ്ങൾക്ക് കുർബാന കഴിഞ്ഞിട്ടാണ് സൺഡേ കാറ്റീസം വരുന്നത് കേട്ടോ. അപ്പോൾ 9:20 അവിടെ സപ്ര തുടങ്ങും. അപ്പോൾ അതിനേക്കാളും മുന്നേ എത്താനായിട്ടുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഞാൻ ചേട്ടനാണെങ്കിൽ ഒരു ഒഫീഷ്യലായിട്ടുള്ള വർക്കിന് വേണ്ടിയിട്ടൊന്ന് പോയിരിക്കുക. അതിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരമായിട്ട് കാണാനായിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞു. അന്നമ്മയ്ക്ക് മുടിയൊക്കെ കിട്ടി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ഇത്ര വെയിറ്റ് ചെയ്തിട്ട് ചേട്ടനെ കാണാനില്ല. പിന്നെ അവസാനം ചേട്ടന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോയത് കേട്ടോ. നേരത്തെ കുർബാനയ്ക്ക് എത്താമെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി എല്ലാ ജോലിയും കഴിഞ്ഞ് ഞാൻ നിന്നതാണ്. പക്ഷേ ഇന്നും നിർഭാഗ്യവശാലായിട്ട് നേരം വൈകിട്ടാണ് എത്തിയത് കേട്ടോ. കാരണം ചേട്ടൻ എത്താമെന്ന് പറഞ്ഞിട്ട് എത്തിയില്ലല്ലോ. അങ്ങനെ കുർബാനയ്ക്കൊക്കെ പോയി ഞങ്ങൾ തിരിച്ചു വന്നു. കാലത്ത് പള്ളിയിൽ പോയാൽ 1 മണിയാകും വീട്ടിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ എല്ലാ ജോലികളും കഴിച്ച് വെച്ചിട്ടാണ് പോവാറ്. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇന്ന് പള്ളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. കൊണ്ടുവരാനായിട്ട് ചേട്ടനാണ് വന്നത്. പക്ഷേ കുർബാനയ്ക്കൊന്നും ചേട്ടൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ്റെ ജോലി കഴിഞ്ഞ് ചേട്ടൻ വരുമ്പോൾ താക്കോല് പുറത്ത് വെച്ച് പൊക്കണേ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ചെയ്തു. അപ്പോൾ വന്ന വശം കുറച്ച് ബീഫ് ഫ്രീസറിലിരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്തിട്ട് ചേട്ടൻ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ ബീഫ് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ പണികളിൽ ചെയ്യാൻ പോവാണ്. കാര്യം 25 നൊയമ്പൊക്കെയാണ്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് നൊയമ്പെടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് നൊയമ്പില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ പോണത് കേട്ടോ. എനിക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴേ ഈ ഇറച്ചി വേവിച്ച് വെച്ചാൽ ആ ഒരു സമയത്ത് തന്നെ കുറേ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു കിളുകിള് പോലത്തെ ഒരു കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അത് വേവിച്ച് വെച്ചിരിക്കുന്നതും കഴിക്കും. എന്നിട്ട് മസാലയിലേക്ക് ഇട്ടിട്ട് റോസ്റ്റായി കഴിയുമ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്ത് കഴിക്കും. അങ്ങനെ ടേസ്റ്റ് നോക്കി കുറച്ച് ബീഫൊക്കെ എൻ്റെ ഉള്ളിലായിട്ടേ സെർവിങ് പ്ലേറ്റിലോട്ട് പോവുള്ളൂ കേട്ടോ നമ്മുടെ ബീഫ് റോസ്റ്റ്. അത് വേറെ കാര്യം. എനിക്കെന്താണെന്നറിയില്ല കേട്ടോ. നൊയമ്പെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഫാസ്റ്റിങ് ചെയ്യും. പിന്നെ എനിക്ക് അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല, പ്രാർത്ഥിക്കണോണ്ട് കുഴപ്പമില്ല. നൊയമ്പെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ ആദ്യമൊക്കെ ഞാൻ എടുക്കുമായിരുന്നു. പിന്നെ നൊയമ്പിന് പകരം ഞാനത് ഉപവാസമാക്കി എടുക്കും. അല്ലാതെ നൊയമ്പ് ഇറച്ചി മീനും കുറേ നാളത്തേക്ക് കഴിക്കാതിരിക്കാമെന്ന് ഞാൻ നോക്കിയിട്ട് എനിക്ക് പറ്റാറില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം ഈ ജോലിയുടെ കേസ് ആലോചിച്ചിട്ടാണ്. അപ്പോൾ ഇവരെന്തായാലും നൊയമ്പെടുക്കില്ല പിള്ളേരുകൾ. അപ്പോൾ അവർക്കൊരു കൂട്ടുണ്ടാക്കണം, എനിക്ക് വേറൊരു കൂട്ടുണ്ടാക്കണം. അതിൻ്റെ ഒരു മടി ആലോചിച്ചിട്ടാണ് കേട്ടോ ഒന്നാമത്തെ ഒരു കാരണം. പക്ഷേ ഈ നൊയമ്പെടുക്കണതിന് പകരമായിട്ട് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പം മധുരം ഒഴിവാക്കുക, കാപ്പി ഒഴിവാക്കാം, അതുപോലെ തന്നെ ചെരുപ്പിടാണ്ട് നടക്കുക. പിന്നെ എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പച്ചവെള്ളത്തിൽ എനിക്ക് കുളിക്കുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നൊയമ്പെടുക്കുന്ന സിറ്റുവേഷൻസിൽ അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ തലോണില്ലാതെ കിടക്കുക, പുതപ്പില്ലാണ്ട് കിടക്കുക. അപ്പം അങ്ങനത്തെ കുഞ്ഞു ത്യാഗങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇനി നൊയമ്പിൻ്റെ കേസും ശരിയാക്കി എടുക്കണം.
ഞങ്ങൾ ക്രിസ്ത്യൻസിന് 8 നോമ്പൊക്കെ ഉണ്ട്. അപ്പം 8 നോമ്പൊക്കെ കുറച്ച് നാളിലേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല, നമ്മളത് അങ്ങ് എടുക്കാറൊക്കെ ഉണ്ട്. പക്ഷേ 25 നോമ്പും 50 നോയമ്പും അത് എനിക്ക് ഭയങ്കര ഒരു കടുംകട്ടി സംഭവമാണ്. അപ്പോൾ അത് എടുക്കാനായിട്ട് ഇനി ശ്രമിക്കണം. കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാനത് എടുക്കണം കണ്ടാൽ എൻ്റെ മക്കളും ഞാൻ അത് എടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വന്ന വീഴ്ച മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അതിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാമെന്ന് ഞാൻ വിചാരിക്കാൻ കേട്ടോ. അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ റെഡിയായി. ഇനി എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക. പിന്നെ ഉച്ചയ്ക്ക് ഒരു സുഖമായിട്ടുള്ളൊരു ഉറക്കം. അത് ഞായറാഴ്ച മിക്കവാറും നടക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ നടക്കാറില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചു, ആദൂട്ടനും വാരി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ പോലെ നമ്മുടെ ഡൈനിങ് ടേബിൾ തുടയ്ക്കും, കൗണ്ടർ ടോപ്പ് തുടയ്ക്കും, പിന്നെ എല്ലാ പണികളും കഴിഞ്ഞു. പിന്നെ റെസ്റ്റാണ്. ഈ ഞായറാഴ്ച ദിവസം കാലത്ത് തൊട്ട് ഈ ചോറിന് കഴിയുന്ന വേറെ ഒരു ഹർബറി, അത് കഴിഞ്ഞ പിന്നെ റിലാക്സ് മോഡാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞു വൈകുന്നേരം നല്ലൊരു മലയാള സിനിമ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഒരുമിച്ചിരുന്ന് കാണാം, അപ്പം എല്ലാ പണികളും നിർത്ത് റെഡി ആയിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ എല്ലാ പണികളും കഴിഞ്ഞു, ഇനി വേറെ പണികളൊന്നും ഇല്ല, കറിയുണ്ട്, ചോറുണ്ട്, എല്ലാതും ഉണ്ട്. ഇന്ന് പള്ളിയിൽ നിന്ന് വരുമ്പോഴേ ഞങ്ങൾ കുറേ നാളായി നോട്ട് ചെയ്തിരിക്കണു, ഒരു റോഡ് സൈഡിൽ ഒരു പാവം ഒരു അമ്മമ്മ പച്ചക്കറി വിൽക്കും. അപ്പോൾ ആളുടെയിൽ ഞാൻ നോക്കിയപ്പോൾ ബബ്ലൂസ് നാരങ്ങയുണ്ട്, കുറച്ച് വെജിറ്റബിൾസ് ഇങ്ങുണ്ട്, വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കൊടുക്കുന്ന സംഭവം വിൽക്കാൻ വന്നിരിക്കണതാണ് അമ്മമ്മ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അമ്മമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ്. അപ്പം അമ്മമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, ഞങ്ങൾ ബ്ലസ് ചെയ്തിട്ട് വിട്ടമ്മമ്മ. അങ്ങനെ ഞായറാഴ്ച ഉറക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ഒരു ജ്യോതി. അപ്പോൾ അവളുടെ അടുത്തേക്ക് പോവാണ്. അവളോട് പറഞ്ഞിട്ടില്ല, അവൾക്ക് ഞെട്ടലായിരിക്കും. അന്നമ്മയും ആൻ്റപ്പനും ആദോട്ടനൊക്കെ ഇടയ്ക്ക് കളിക്കാൻ പോയിരിക്കുകയാണ്. ഞായറാഴ്ച എല്ലാ പിള്ളേരും കളിക്കാനായിട്ട് ഇറങ്ങും. ക്യാമറ കാണുമ്പോൾ അവൾ എന്താ പറയാന്നറിയില്ല കേട്ടോ. ശനിയും ഞായറും അവളുടെ ക്ലീനിങ് ഡേ ആയതുകൊണ്ട് അതിൻ്റെ വേഷത്തിലായിരുന്നു കേട്ടോ അവൾ നിൽക്കണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞു ചേച്ചി എന്ത് ചതിയാണ് ചേച്ചി ചെയ്തത് എന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു ഇതെല്ലാം ഒരു രസം, അല്ലാണ്ട് പിന്നെ എന്താണ് ഒരു രസം. ഞാൻ വന്നപ്പോൾ അന്നമ്മയും സാത്തൂട്ടനും കൂടി അവരുടെ ക്രിബ് റെഡിയാക്കായിരുന്നു കേട്ടോ. സിനിമയിൽ കൊടുക്കൂടാ ശനി ഞായറായ ഞങ്ങളുടെ ഈ വില്ലേജിലത്തെ എല്ലാ പിള്ളേരും കൂടിയിട്ട് ഇങ്ങനെ കളിക്കാനായിട്ട് ഇറങ്ങൂട്ടാ. ചിലപ്പോൾ ഇവർ കോമൺ ആയിട്ട് കളിക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോ ദ്യുതിയുടെ വീട്ടിലോ ആരെങ്കിലുമൊക്കെ വീട്ടിലിങ്ങനെ കളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ് ശനി ഞായറും. അവർക്ക് തിങ്കൾ തൊട്ട് വെള്ളി വരെ കളിച്ചാലും അവർക്ക് സന്തോഷമാണ്. പക്ഷേ ആ ദിവസങ്ങളിലൊന്നും ഞാൻ വിടാറില്ല കേട്ടോ. അങ്ങനെ കളിക്കാൻ വിട്ട് കഴിഞ്ഞാലേ പഠിപ്പിലങ്ങ് പുറകിലോട്ടായി. ഞാൻ ഭയങ്കര കൂട്ടുകാരി അത് ഡോക്ടറുടെ അമ്മ. പിന്നെ എൻ്റെ ആദോട്ടിൻ്റെ സ്വഭാവം ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന് അപ്പം വേണം കാപ്പി. അമ്മേ കാപ്പി തയ്യോ കാപ്പി തയ്യോ. നമ്മളങ്ങ് നാണം കെട്ടുപോകും. അവരുടെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞാൽ അമ്മ കാപ്പി ഇടാൻ പറയും. അമ്മ മതി സംസാരിച്ചത്, കാപ്പി ഇടാൻ പറയും എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അവളെ കൊണ്ട് കാപ്പി ഇടിപ്പിക്കാണ് കേട്ടോ. എന്ത് സുഖമാണാവോ, വീട്ടിലുള്ള കാപ്പി തന്നെയാണ് ഇവിടെ അവന് കിട്ടുന്നത്. പക്ഷേ ഇവിടുന്ന് കഴിക്കുമ്പോൾ അവനൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. എന്തായാലും ചോദിച്ചു വാങ്ങിയ കാരണം 1 കപ്പ് കാപ്പി തന്നെ അവൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിർബന്ധമായിട്ട് കുടിക്കണം എന്ന് ഞാൻ പറഞ്ഞു. കുടിച്ചില്ലെങ്കിൽ അടികൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കാപ്പിയും കൊണ്ടവൻ ഇറയത്ത് പോയിരുന്ന് കുടിക്കാൻ പോയി. അങ്ങനെ നേരെ ഇരുട്ടി. അപ്പോൾ ക്രിബ് മേക്കിംഗ് ഒക്കെ ഇവിടുത്തെ കഴിഞ്ഞു. ഇവളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നല്ല രസമായിട്ട് അലങ്കരിക്കും കേട്ടോ ക്രിസ്മസിന്. ക്രിബും പിന്നെ വീടിൻ്റെ ചുറ്റിലും അങ്ങനെ മരങ്ങളിലുമൊക്കെ ഈ മാല ബൾബൊക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ട് എല്ലാ വർഷവും അവരലങ്കരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണാനായിട്ട് വൈകുന്നേര സമയത്ത്. എൻ്റെ വീട്ടിലങ്ങനെ അധികം അലങ്കാരങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചേട്ടാ വലിയ സ്റ്റാർ ചേട്ടൻ തന്നെ ഉണ്ടാക്കിയ സ്റ്റാറാണ്. അങ്ങനെ ആ സ്റ്റാർ എല്ലാ വർഷം ഇടും. പിന്നെ ഇങ്ങനെ കുഞ്ഞെ മാല ബൾബുകൾ 1-2 ഉണ്ട്, അതിടും. ഒരു കുഞ്ഞ സ്റ്റാർ ഇടും. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ കുറച്ച് മാല ബൾബും കൂടി ഉണ്ട്, അത് ഇനി പതുക്കെ ഇട്ടിട്ട് വരണം. അത് ക്രിസ്മസിന് നട്ടേ പോകുമ്പോഴേക്കും എല്ലാ മാല ബൾബും ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ സൺഡേ വിശേഷങ്ങൾ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.